പി.വി. അൻവർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ നടക്കും. അൻവറിന്റെ തുടർ നീക്കങ്ങൾ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അതേസമയം അൻവറിന്റെ വീടിന് സുരക്ഷ നൽകാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തായാലും ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്ലെങ്കിൽ പൊതുയോഗം തന്റെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് അൻവർ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധവും ശക്തമാണ്. കാരണം അൻവർ ഇനിയും എന്തൊക്കെ വിളിച്ചു പറയും എന്നുള്ളത് ഈ വൈകിട്ട് മാത്രമേ അറിയാൻ സാധിക്കൂ എന്നുള്ളതും. ഈ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായല്ലേ, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ലേ അൻവറിന് വീടിന് സുരക്ഷ നൽകാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്ന് വൈകിട്ട് 6:30-ക്കാണ് നിലമ്പൂരിൽ പി.വി. അൻവർ വിശദീകരണ യോഗം വിളിച്ചിട്ടുള്ളത്. തന്റെ നയപ്രഖ്യാപനം ആണ് അൻവർ ലക്ഷ്യമിടുന്നത്. കാരണം CPM പൂർണ്ണമായും അൻവറിനെ കൈയൊഴിഞ്ഞതോടെ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പി.വി. അൻവർ. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പൂർണ്ണമായി കൈയൊഴിഞ്ഞിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യം ഞങ്ങൾ പി.വി. അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുന്നു എന്ന ചോദ്യത്തിന് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, നിലവിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, യോഗത്തിൽ പോലും അക്കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ആയിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗും പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഇനി പി.വി. അൻവർ എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിന്റെ കൃത്യമായ ഉത്തരമായിരിക്കും വൈകിട്ട് 6:00-ക്ക് നിലമ്പൂരിൽ നടക്കുന്ന പൊതുയോഗത്തിൽ ഉണ്ടാവുക എന്നാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം. കാരണം രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുകയാണ് ഇനി പി.വി. അൻവർ എങ്ങോട്ടാണ് എന്നുള്ളത്. കാരണം വലത് നേരത്തെ തന്നെ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ വീണ്ടും എടുക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പി.വി. അൻവർ ഇനി എങ്ങോട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഈ വിശദീകരണ യോഗത്തിൽ തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പല കാര്യങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ പൊതുജനത്തിന് മുൻപിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അത് ഈ ഒരു പൊതുയോഗത്തിൽ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 50 കസേര ഇവിടെ ഇടും. താൻ വിളിച്ചാൽ ഒരുപാട് പാർട്ടി പ്രവർത്തകർ വരും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല എന്ന് അൻവർ പറയുന്നുണ്ട്. എന്തായാലും ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ 16 മണ്ഡലങ്ങളിലും മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പൊതുയോഗം നടത്താനുള്ള ഒരു തീരുമാനമാണ് പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്നും ഉള്ളത്. ഈ പൊതുയോഗത്തിലായിരിക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ വിശദീകരണം ഉണ്ടാകുക. പി.വി. അൻവറിന്റെ വീടിന് ഇപ്പോൾ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പി.വി. അൻവർ തന്നെ പറഞ്ഞിരുന്നു തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന പരാതി DGPക്ക് പി.വി. അൻവർ തന്നെ നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അൻവറിന്റെ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പി.വി. അൻവറിന്റെ വീടിന് തൊട്ട് മുൻപിൽ കഴിഞ്ഞ ദിവസം CPM ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ പാർട്ടിയെ വിരട്ടാൻ നോക്കേണ്ട, വിലപേശലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പി.വി. അൻവറിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ സ്ഥാപിച്ചിരുന്നു. ഇന്ന് അതിന് ബദലായി അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ മറ്റൊരു ഫ്ലെക്സ് ബോർഡ് കൂടി ഉയർന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ്. ഈ പി.വി. അൻവർ വിപ്ലവ സൂര്യനാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർന്നിട്ടുള്ളത്. അത്തരത്തിൽ ജില്ലയിലെ ചില ഭാഗങ്ങളിലും അത്തരത്തിലുള്ള ചില ഫ്ലെക്സ് ബോർഡുകൾ അൻവറിന് അനുകൂലമായി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം വിളിച്ച സമയത്ത് അദ്ദേഹം അതിൽ പി.വി. അൻവറിനെതിരെ രംഗത്ത് ഇറങ്ങണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ CPM-ന്റെ എല്ലാ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലും ഏരിയ കമ്മിറ്റിയിലും ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പി.വി. അൻവറിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ ഉയർത്തിയത്. അതായത് കൊലവിളി പ്രസംഗം അടക്കം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ ഞങ്ങൾ കയ്യും കാലും വെട്ടി ചാലിയാർ പുഴയിലൂടെ ഒഴുക്കും എന്ന തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യം വരെ ഉയർത്തിയിരുന്നു. ഈ കൊലവിളി മുദ്രാവാക്യ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 100ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ പി.വി. അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് CPM-നെ വളർത്താൻ ഒരു നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് പി.വി. അൻവർ. കാരണം അദ്ദേഹം ഇവിടെ MLA ആകുന്ന ആ സമയത്താണ് ചുങ്കത്തറ പഞ്ചായത്ത് അടക്കം LDF ഭരണം ആയി മാറിയത്. അത്തരത്തിൽ CPM-ന് കൂടുതൽ ഒരു പ്രാതിനിധ്യം ഉണ്ടായത് പി.വി. അൻവറിന്റെ ഒരു ഇടപെടൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഭാഗങ്ങളിൽ ഇപ്പോൾ കടുത്ത ഭിന്നത, പാർട്ടിക്കുള്ളിൽ ഒരു കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പി.വി. അൻവറിന്റെ ഇന്നത്തെ നയപ്രഖ്യാപനമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ശിവദാസ് പറഞ്ഞ പോലെയാണ് ഈ പി.വി. അൻവറിനെതിരെ രംഗത്ത് വരണമെന്ന MV ഗോവിന്ദന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് വലിയ രീതിയിൽ പാർട്ടി തലത്തിൽ പ്രതിഷേധവും ഈ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഉയർന്നത്. പക്ഷേ ജന്മനാട്ടിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രതിഷേധിച്ചും അനുകൂലിച്ചും ഒക്കെ ഉയരുന്നുമുണ്ട്. ഒപ്പം തന്നെ പി.വി. അൻവർ ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ CPM-നെതിരാക്കാൻ, കാരണം ഇടതുപക്ഷത്ത് നിന്ന് പുറത്തു വന്നവരുടെ അതിരുകളില്ലാതായി എന്നുള്ള നിലയിലാണ് പി.വി. അൻവറിൻ്റെ പല പ്രതികരണങ്ങളും വരുന്നത്. മാത്രമല്ല ഈ
ന്യൂനപക്ഷ വിരുദ്ധത CPM-നുണ്ട് എന്നുള്ള രീതിയിൽ പ്രതികരണം നടത്തി മതത്തെയും കൂടി കൂട്ടുപിടിക്കുന്ന അങ്ങനെ ഒരു രീതി കൂടി നടത്തുന്നുണ്ടല്ലോ PV അൻവർ. തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആണ് അദ്ദേഹം കൂടുതലായും പറയുന്നത്. കാരണം പ്രത്യേകിച്ച് RSSനെ എതിർത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അത് മറ്റ് ന്യൂനപക്ഷ സംഘടനകളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അവർക്ക് താൻ പിന്തുണ നൽകുന്നുണ്ട്, അവരോടൊപ്പമാണ് താൻ എന്ന് വരുത്തി തീർക്കാനുള്ള PV അൻവറിന്റെ ശ്രമം കൂടിയാണ്. താൻ 5 നേരവും നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ മതത്തിന്റെ ആ ചട്ടക്കൂടിൽ നിന്ന് മതത്തിന്റെ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് താൻ. ആ രീതിയിലാണ് തൻ്റെ ജീവിതം. തനിക്ക് ആരെയും പേടിയില്ല, ഭയമില്ല, മുഖ്യമന്ത്രിയെ പോലും ഭയമില്ല, അത്തരത്തിൽ ആരെയും ഭയമില്ല, മുകളിലിരിക്കുന്ന പടച്ചോനെ മാത്രമാണ് തനിക്ക് പേടിയുള്ളത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ആളുകൾക്കും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്നലെ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി NV മോഹൻദാസിനെ എതിരെ പോലും അദ്ദേഹം ഒരു RSSകാരൻ ആണ് എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇപ്പോൾ PV അൻവർ ലക്ഷ്യമാക്കുന്നത്. അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ആര് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഒരു മതമൗലികവാദ സംഘടനകളുടെ പിൻബലം അദ്ദേഹത്തിന് ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. സമസ്തയുടെ നേതാക്കളോടും എല്ലാം തന്നെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ്. സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതോടൊപ്പം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പ്രധാനപ്പെട്ട മത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് തന്നെ അല്ലെങ്കിൽ ആ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ മദ്രസകൾ അടക്കം ഉണ്ട്. അത്തരത്തിൽ ഒരു മതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇതുവരെ ഇത്രയും കാലം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ CPM-ന് ഈ ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് CPM-ന് പ്രവർത്തനം എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തു വരുന്നു. കൃത്യമായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്, അദ്ദേഹം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ്. കൃത്യമായി അദ്ദേഹം എല്ലാ പത്രസമ്മേളനങ്ങളും പറയുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധരായിട്ടാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. മലപ്പുറം ജില്ലയെ വളരെ മോശമായി ചിത്രീകരിക്കാനാണ് പോലീസ് അടക്കം ശ്രമിക്കുന്നത്, സർക്കാരും അത്തരത്തിൽ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഉണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നു. സുജിത് ദാസ് വന്ന സമയത്ത് കൂടുതൽ കേസുകൾ ബോധപൂർവം പോലീസ് അത്തരത്തിലുള്ള കേസുകൾ എടുക്കുകയാണ്. ചെറിയ ഒരു പെറ്റി കേസ് എടുക്കേണ്ടത് പോലും കൂടുതൽ എണ്ണമായി വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കുക. അതായത് ഒരു ന്യൂനപക്ഷ ശക്തിയുള്ള ഒരു ജില്ല കൂടിയാണ്, ന്യൂനപക്ഷ സ്വാധീനമുള്ള ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. ആ ജില്ലയെ മോശമായി ചിത്രീകരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന്റെ അജണ്ട വളരെ വ്യക്തമാണ്. കാരണം ഒരു ന്യൂനപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്തരം മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം എന്നത് ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. ലക്ഷ്മി, ശരി ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.